മിക്കവാറും നല്ല ആൾക്കാരൊക്കെ മരിച്ചിട്ട് ചെല്ലുന്നത് 4ാമത്തെ ഡയമെൻഷനിലേക്കാണ്. 1, 2, 3 ഏറ്റവും നികൃഷ്ടമായ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് കുറ്റവാളികൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത ലോകത്തിലെ ആൾക്കാരാണ് 1, 2, 3ലേക്ക് പോകുന്നത്. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക്, നല്ല ആൾക്കാരൊക്കെ ചെല്ലുന്നത് 4ലേക്കാണ്. 4 എന്നിട്ട് പിന്നെ മുകളിലേക്കാണ് പോകുന്നത്, ഓരോരോ ലെവലിലേക്ക് പോവാണ്. അങ്ങനെ 7 ലെവൽ വരെ ഉണ്ട്. ഓരോ ലെവലിലും 10 തലങ്ങളുണ്ട്. 10 തലങ്ങൾ, 1, 2, 3, 0 മുതൽ 9 വരെ 10. അങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ചാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. 7ാമത്തെ ഡയമെൻഷനിൽ 9ാമത്തെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല. അങ്ങനെയാണ് പറഞ്ഞത്. 7ാമത്തെ ഡയമെൻഷനിൽ 9ാമത്തെ ജന്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല. അപ്പൊ ഈ അവസാനത്തെ ജന്മമുള്ള ആൾക്കാർ അത്രയും നല്ല ആൾക്കാരായിരിക്കും. ഇവരോട് നേരെ പോകുന്ന അങ്ങോട്ടാണ്. അതാണ് എൻ്റെ കഥ. അപ്പൊ 7 ഡയമെൻഷൻ വരെ ഉണ്ടെന്നാ പറഞ്ഞത്. 7 ഡയമെൻഷൻ വരെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് മരിച്ചിട്ട് നേരെ പോകുന്ന ആൾക്കാർ അവിടെ പോയിട്ട് ഒരു ഹോളിൽ പോയിരിക്കുന്നവരാണ്. ഒരു ഹോൾ. ഈ ഹോളിൽ ഇപ്പോൾ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. കാരണം മരിച്ചു എന്താ അവസ്ഥ എന്ന് ആർക്കും മനസ്സിലായി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് റീചാർജ് ചെയ്യണം, ഇവർ ശരീരം റീചാർജ് ചെയ്യണം. അപ്പൊ അവിടെ സൂര്യന്റെ രശ്മികൾ ഏറ്റവും പതിക്കുന്നതാണ് ഹോൾ. ഈ ഹോളിൽ കൊണ്ടേ ഇരുത്തുന്ന പറഞ്ഞത്. അവിടെ നിന്ന് റീചാർജ് ആയതിനു ശേഷം മാത്രമാണ് ഇവർക്ക് അടുത്ത ലെവലിലേക്ക് വരെ യാത്ര എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരോ ലെവലുകൾ കടന്ന് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ 7ാമത്തെ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അടുത്ത പ്രപഞ്ചത്തിലേക്ക് പോകും. അങ്ങനെ 7 പ്രപഞ്ചങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. 7 പ്രപഞ്ചങ്ങൾ, 7 യൂണിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഈ പോകുന്നത്. അപ്പൊ ഇവര് അവിടെ വച്ചിട്ട് ഈ 4ാമത്തെ ലെവലിൽ വിട്ട് മുകളിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അവിടെ പതുക്കെ പോകുള്ളൂ ഓരോ ലെവലിലേക്ക്. അപ്പൊ ഇവര് തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ തീരുമാനിക്കും. ഭൂമിയിൽ വന്ന് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ജന്മം അങ്ങനെ എടുത്തു കഴിയുമ്പോൾ പിന്നെ അടുത്ത ലെവലിലേക്ക് കയറി പോകുന്നു. നേരെ അടുത്ത ലെവലിലേക്ക് കയറാം. അപ്പൊ ഇവര് പറഞ്ഞെന്ന് വെച്ചാൽ അടുത്ത ജന്മങ്ങൾ എടുക്കുന്ന ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്ത് വീണ്ടും പോകും. ഇനി അവിടെ തന്നെ വന്ന് അടുത്ത ലെവലിലേക്ക് പോകണ ഒരുപാട് കാലതാമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ലെവലുകൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 7 ലെവലിൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം, ശിവശംഭു എന്ന് പണ്ടൊരു കീർത്തനമുണ്ട്. ഇത് തന്നെ പടിയാറും കടന്ന് 6 പടി കഴിഞ്ഞാൽ മുകളിൽ ചെല്ലുന്ന പറയില്ലേ. അപ്പൊ 7 ആയല്ലോ. ഇത് തന്നെ ഇവിടെ പറയുന്നത്. ഇവരും പറയുന്ന രീതി ഇത് തന്നെ. 7 ലെവൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന പറയുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.